ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ കൂമ്പ് കുറുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു, അതുപോലെ കൂമ്പൊക്കെ എടുത്ത് നമ്മൾ തെങ്ങിൻ്റെ ഇതൊക്കെ എടുത്തപ്പോൾ അതിനകത്ത് കൂമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് കുറുക്കുന്ന വീഡിയോ ഇടുന്നേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാവേ. അപ്പം നല്ല കിളുന്ന കൂമ്പാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇതൊക്കെ മാറ്റി ഞാൻ ഇതേപോലെ പൂക്കല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടുന്നുണ്ട്, മിക്സിക്കകത്ത് അരച്ചെടുക്കാനല്ലേ. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് കത്രിക കൊണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതാണ് നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് മാറും. നല്ല കിളുന്ന കൂമ്പ്. മൊത്തത്തിലൊന്ന് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കരിപ്പെട്ടിയാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, ഞാൻ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ ശകലം. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന വഴി ഞാൻ ഒരിടത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴി മേടിച്ച് ഇതേപോലെ നല്ല കരിപ്പെട്ടിയായിരുന്നേ. നല്ല മണവും നല്ല ഇതുണ്ട്, നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഒക്കെ. ഞാൻ പൂക്കലയെല്ലാം ഇതുപോലെ മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കരിപ്പെട്ടി ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ഒത്തിരി മധുരമായാലും നമുക്കങ്ങ് ഇതാകും. കുറച്ച് മധുരം, ഒരു 2.5 ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കാം. നമ്മൾ പച്ചരിക്കകത്തും ഉണ്ടാക്കാം. ഇതേപോലെ പച്ചരിയും കുതിർത്ത് രണ്ടും കൂടെ അരയ്ക്കുക. ഇപ്പം അരിപ്പൊടി നമുക്കൊരു ശകലം മതിയല്ലോ, അതിന് വേണ്ടിയാണ്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച്, ഒത്തിരി തേങ്ങാപ്പാലില്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പാത്രത്തിലോട്ട് നെയ്യ് ഞാനൊരു 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യ് ഞങ്ങൾ ഈ ഇടയ്ക്ക് ചെന്നൈ പോയപ്പോൾ കൊണ്ടുവന്നേ. അവിടെ ഉണ്ടാക്കുന്ന ഒരിടത്തു നിന്നായിരുന്നു. നല്ല ഇതാണ്, നല്ല നെയ്യ്. ഞങ്ങൾ ഇതേപോലെ നെയ്യും കുറച്ച് ബട്ടറും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടറൊക്കെ തീർന്ന്. അപ്പോൾ ഇത് നല്ല മണമുണ്ട് ഇതേപോലെ നെയ്ക്ക്. അന്നേരം പിന്നെ അതേലെ ഒരു 1.5 സ്പൂൺ ഒഴിച്ച് കൊടുത്ത് അതിനകത്തോട്ടായി നമ്മൾ ഈ അരച്ച കൂമ്പ് ഇതെല്ലാം കൂടെ അരച്ചത് കൂടെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ഇതേപോലെ അടപ്പേ വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാകും കേട്ടോ. നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കും, കൈ മാറ്റിക്കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഞാൻ. പെട്ടെന്ന് ഒത്തിരി മിനിറ്റ് വേണ്ട, എനിക്കൊന്നൊരു 10 മിനിറ്റ് തന്നെ, അതിൻ്റെ 20 മിനിറ്റ് പോലും വേണ്ട. പെട്ടെന്ന് അങ്ങ് കുറുകി വരുമെന്ന്. നമ്മൾ തീ കുറച്ചിട്ട് ഉണ്ടാക്കണം. അതായത് ഇതേപോലെയാണ്. ഇപ്പോൾ പകുതി കുറുകി വന്നിട്ടുണ്ട്. ആ നെയ്യുടെയൊക്കെ നല്ല മണം. നമ്മൾ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല, കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ഇതുണ്ട്, മണമുണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ കുറുക്ക് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പാത്രത്തിലൊക്കെ എടുത്ത് അപ്പോൾ ആ ചേട്ടന് കൊണ്ട് കൊടുക്കുക. ചേട്ടൻ കുടിക്കാനും തുടങ്ങി. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ നമുക്ക് വേറൊരു ചെറിയ കാര്യങ്ങളോ ഒന്നുമില്ല. കൂമ്പ് കുറുക്കിയ ചേട്ടനൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കഴിച്ച് മോനും കൊടുത്തു. അപ്പം നല്ല ഇതായിരുന്നു ഇത് ഉണ്ടാക്കിയത് തന്നെ. അപ്പം മോൻ പറയുക, അമ്മ പണ്ട് എനിക്ക് കുറുക്ക് വരുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞ് മോള് ശകലം കഴിച്ച് ചേട്ടനെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കഴിച്ച് ശകലിച്ച്. തേങ്ങാപ്പാലും കരിപ്പെട്ടിയൊക്കെ വെച്ചുണ്ടാക്കിയല്ലേ, നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാനുള്ള സാധനമല്ലല്ലോ ഇത്, നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴെല്ലാം കിട്ടത്തുള്ളൂ. നിങ്ങൾ കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ ഉണ്ടെങ്കിൽ പോസിറ്റീവായ നെഗറ്റീവായാലും അതൊക്കെ അറിയിക്കണം. എന്നല്ല എന്തുവാന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് വേണമല്ലോ നമുക്ക് മുന്നോട്ട് പോകാനും എല്ലാം തന്നെ. അപ്പം നാളത്തെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.